ഹായ് ഹായ്, പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫുൾ ഫാമിലി ആയിട്ടുണ്ട്. എൻ്റെ വീട്ടിലുള്ള എല്ലാവരും, നമ്മൾ 9 പേരാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഉണ്ട്. നമ്മൾ ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ്. നമ്മളെ കേരള ട്രിപ്പ് താമസിച്ചുകൊണ്ട് ഇരിക്കുന്ന സാഹചര്യത്തിൽ മഴ ആയതുകൊണ്ട് അല്പം ഡിലേ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് 1 ഡേ ഒരു ട്രിപ്പ് പോകാൻ പോവുകയാണ്. ഇത് നമ്മളെ പുതിയ മെമ്പറാണ്, ചേട്ടൻ്റെ 2ാമത്തെ മോള്. അപ്പോൾ ഇന്ന് എല്ലാവരും ഉണ്ട്. പപ്പ, അമ്മ, ചേട്ടൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ചേർന്നിട്ട് നമ്മൾ കാറിലാണ് പോകാൻ പോകണം. പത്തനംതിട്ട കേന്ദ്രീകരിച്ചാണ് പോകുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങി ഇപ്പോൾ കൊട്ടാരക്കര കഴിഞ്ഞ് നമ്മൾ കാപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആഹാരം കൊണ്ടുവന്ന് കഴിച്ചു. ഫസ്റ്റായിട്ട് ശിലാ മ്യൂസിയം, പിന്നെ വേലിത്തമ്പി തളവ മ്യൂസിയം, ഇവിടെയൊക്കെയാണ് പോകാൻ വേണ്ടിയിട്ട് നോക്കണത്. നമ്മൾ ഈ പോണ ട്രിപ്പിൽ എവിടെയൊക്കെയാണ് സ്ഥലങ്ങൾ അവിടെ നമ്മൾ കയറാൻ നോക്കും. കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങൊന്നുമില്ല. അപ്പോൾ ഇവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞിട്ടാണ് ഈ എപ്പിസോഡുകൾ വരുന്നതെങ്കിലും നമ്മൾ അതിന് മുന്നേ പോയ ഒരു ട്രിപ്പാണ് നമ്മളെ ഫാമിലി ട്രിപ്പ്, എല്ലാവരും കൂടെ ചേർന്നിട്ട് പോയത്. ഓൾ കേരള ട്രിപ്പ് നമ്മൾ കുറച്ച് പേരല്ലേ പോയുള്ളൂ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഒരു ദിവസം കറങ്ങാൻ വേണ്ടി പോയതാണ് നമ്മൾ എർട്ടിഗയിൽ. ഇതേ വണ്ടിയിലാണ് നമ്മൾ ഓൾ കേരള പോയത്. അപ്പോൾ നമ്മൾ സൗകര്യം കിട്ടിയ ഒരിടത്ത് നമ്മൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടായിക്കൊണ്ട് പോയത്. ഒരു കടയുടെ സൈഡിൽ നമ്മൾ ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ മെമ്പേഴ്സും നമ്മളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ പോകണം? എവിടെ പോണ ചായ? ടൂറിന് പോകണം. എവിടാ? ഇവിടെ ഏതൊരു കൊട്ടാരം. ഇന്ന് എവിടെ പോണ മക്കളെ? എവിടെ പോണ? നമ്മള് ടൂറിന് പോകും. നമ്മൾ നേരെ പോകാൻ പോകുന്നത് ശിലാ മ്യൂസിയത്തിലേക്കാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പഴയ സാധനങ്ങൾ കളക്ട് ചെയ്തൊരു മ്യൂസിയമായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ശിലാ മ്യൂസിയം. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ കണ്ടിട്ടുള്ള സ്ഥലം തന്നെയായിരിക്കും. എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിന്ന് ഇപ്പോൾ കാണാൻ പോകുന്നത് ശിലാ മ്യൂസിയമാണ്. ശിലാ മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ഈ പുരാവസ്തുക്കൾ, പഴയ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. യൂട്യൂബ് വീഡിയോസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ശിലാ മ്യൂസിയമാണ് നമ്മളിന്ന് കാണാൻ വന്നിട്ടുള്ളത്. വീടിനോട് ചേർന്ന് തന്നെ ഇവിടെ മുകളിലത്തെ നിലകളിലായിട്ട് 2-3 റൂമുകളിലായിട്ട് മ്യൂസിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ പ്രയോജനം തരുന്ന ഒരു മ്യൂസിയമാണ്. പണ്ടത്തെ സാധനങ്ങൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് അതിൻ്റെ വിശേഷം നോക്കാം. നമ്മുടെ ചാനലിൽ കൂടെ അല്ലാതെയൊക്കെ നിങ്ങൾ ഒരുപാട് മ്യൂസിയത്തിൻ്റെയും പുരാവസ്തുക്കളുടെയൊക്കെ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടെ എടുത്തു പറയാൻ പറ്റുന്നത്, എന്ത് വസ്തുവാണോ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വളരെ ഉപയോഗമാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും. മിക്കവാറും ഉള്ള കാര്യങ്ങൾ അതിൻ്റെ വർഷവും കമ്പനിയും അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കാണുന്ന ഒരു പ്രൊജക്ടറിൻ്റെയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് അഹൂജിയുടെ PQ15 എന്ന് പറയുന്ന ഒരു ആംപ്ലിഫയർ, അതിൻ്റെ വർഷവും സഹിതം എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ഗ്രാമഫോൺ അതിൻ്റെയാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകം, ഗിന്നസ് സത്താർ ചെയ്ത ഈ ചെറിയ പുസ്തകത്തിലാണ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയത്. 65 പേജ്, 65 ഭാഷ, 65 കവിത, ഇതൊക്കെ ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓരോ സാധനങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്തും കൂടും. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒറിജിനാലിറ്റി ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരത്തില്ല വീഡിയോ കൂടെ കാണുമ്പോൾ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്നിനെയും മാറ്റി വയ്ക്കാൻ കഴിയുന്നതല്ല. എന്നാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് എടുത്തിട്ടുള്ളൂ. എന്തായിരുന്നാലും ഇവിടെ വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ശിലാ മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന ഒരു പണ്ടത്തെ റേഡിയോ ആണ്. ഈ കാണുന്നത് നമ്മൾ പണ്ടത്തെ ഫിലിം കാസറ്റ്, വീഡിയോ കാസറ്റുകളൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന പണ്ടത്തെ ഒരു ഡിവൈസാണ് ഈ കാണുന്നത്. ഇത് HMVയുടെ ഒരു റേഡിയോ ആണ്. ലണ്ടനിലുണ്ടായിരുന്ന HMVയുടെ ഒരു റേഡിയോ ആണ് ഈ കാണുന്നത്.
ഇത് ലോകത്തിലെ തന്നെ ആദ്യത്തെ മാസ്ക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഐറ്റമാണ്. ഇത് പണ്ടത്തെ വാൽവ് റേഡിയോ ആണ്. ഇത് തിരുവിതാംകൂറിൻ്റെ കത്തി. പണ്ടുകാലത്തെ ടി വി വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞൻ ടി വികളാണ്. കൂടെ FM ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള കുഞ്ഞൻ ടി വികൾ. അതുപോലെ തന്നെ നമ്മുടെ പണ്ടത്തെ ഒരു സ്വപ്നമായിരുന്ന വാക്മാൻ എന്ന് പറയുന്ന സാധനം. അതുപോലെ ബോബനും മോളിയും, അത് ആദ്യത്തെ പതിപ്പാണ്. ഭാഗം 1, വില 1 രൂപയാണ്. ഇത് ഏറ്റവും ചെറിയ ആറന്മുള കണ്ണാടിയാണ് ഇപ്പോൾ കണ്ടത്. അതിനുശേഷം പല രീതിയിൽ പല ഉപയോഗത്തിനായിട്ടുള്ള വിളക്കുകളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. അതുപോലെ പണ്ട് ഉപയോഗിച്ച് വന്നിരുന്ന പാത്രങ്ങളുടെ ശേഖരവും അതിനോടനുബന്ധിച്ച് ടെലിഫോൺ, പണ്ടത്തെ നമ്മുടെ പല രീതിയിലുള്ള കറക്കി വിളിക്കുന്ന നമ്പർ കറക്കി വിളിക്കുന്ന ആ രീതിയിലുള്ള ടെലിഫോണ്, അതുപോലെ തന്നെ നമ്മൾ ചെവിയിൽ ഒരു റിസീവർ എടുത്ത് വച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്ന പല രീതിയിലുള്ള കോയിൻ ഇട്ട് വിളിക്കുന്ന ടെലിഫോൺ, അങ്ങനെ പല രീതിയിലുള്ള ടെലിഫോണുകൾ കാണാൻ പറ്റും. പിന്നെ എടുത്തു പറയാൻ പറ്റുന്നതാണ് ഇവിടുത്തെ നാണയ ശേഖരവും അതുപോലെ തന്നെ പല രാജ്യത്തിലുള്ള നോട്ട് കളക്ഷനും. അതും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലത്ത് ഉപയോഗിച്ച് വന്നിരുന്ന ആയുധങ്ങളും അതുപോലെ തന്നെ പല രീതിക്കുള്ള സ്റ്റാമ്പുകൾ, പിന്നെ പാത്രങ്ങൾ, അതുപോലെ വിളക്കുകൾ, പിന്നെ ഒരു കാര്യം ഇതിലിടയ്ക്കാണ് ഗ്ലാസ് ഓട് അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് അടുത്തൊരു സെക്ഷനിലേക്ക് വരുന്നത്. കൂടുതലും പണ്ട് ഉപയോഗിച്ച് വന്നിരുന്ന പാത്രങ്ങൾ അല്ലെങ്കിൽ നാണയ ആയുധങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അടുത്തൊരു സെക്ഷനിൽ ക്രമീകരിച്ചിട്ടുള്ളത്. നാണയ കളക്ഷനെ പോലെ തന്നെയാണ് പത്രങ്ങളുടെ കാര്യം എടുത്തു പറയണം കേട്ടോ. ഒരുപാട് പ്രത്യേകത നിറഞ്ഞ വാർത്തകളും അതുപോലെ തന്നെ പണ്ടത്തതുമായിട്ടുള്ള പത്രത്തിൻ്റെ ഒരുപാട് കളക്ഷനുണ്ട്. ഈ കാണുന്നത് പോലത്തെ നിർമ്മിതികൾ ഇവിടെ ഉണ്ട്. ആ കുപ്പിയും ആ തടിയും അത് പ്രത്യേക രീതിയിൽ അത് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് അത് അങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നത്. പണ്ടുള്ള ഒട്ടനവധി പുരസ്കാരങ്ങൾ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് ആർക്കാണ് കിട്ടിയത്, എന്താണ് ആ അംഗീകാരം എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത് വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു ശില്പത്തിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ചിലർക്ക് മനസ്സിലാവും. അതിന് നമ്മൾ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 1, 2, 3, 4, 5 ഉടലുകളും ഒരു തലയുമാണ്. ഏത് ഡയറക്ഷനിൽ നമ്മൾ നോക്കിയാലും അത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നും. കൊള്ളാം അല്ലേ? ഇത് വെറൈറ്റി ഒരു ഐറ്റമാണ്. പണ്ട് കാറുകളിലൊക്കെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിച്ചിരുന്ന മണ്ണെണ്ണ വിളക്ക്, അത് മണ്ണെണ്ണ ഉപയോഗിച്ച് കത്തിക്കൊണ്ടിരുന്ന ഒരു ലൈറ്റാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അടുത്ത് കാണുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ആ ഒരു ചിത്രം കണ്ടോ? നമ്മൾ മുകളിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു പിക്ചർ കിട്ടും. താഴെ വരച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആരാണെന്ന് മനസ്സിലാകത്തില്ല. പക്ഷേ മുകളിൽ നിന്നുള്ള ആ ഒരു സ്റ്റീലിൻ്റെ ആ ഒരു ഇതിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് ലോകത്തിലെ ആദ്യത്തെ 3D സ്റ്റാമ്പാണ് ഭൂട്ടാനിലെ. അപ്പോൾ അതുപോലെ കുറേ സ്റ്റാമ്പ് കളക്ഷനും ഇവിടെ എടുത്തു പറയാനായിട്ട് ഉണ്ട്. ഈ മ്യൂസിയത്തിൻ്റെ ഓണറുടെ തന്നെ ഓർമ്മിച്ച് വയ്ക്കാവുന്ന കുറേ ദിവസങ്ങളുടെ സീരിയൽ നമ്പറുകൾ അവർ കളക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്, ആ ഡേറ്റിനെ കണക്കാക്കിയിട്ട്. അതുപോലെ തന്നെ വളരെ പ്രത്യേകതയുള്ള ഫാൻസി നമ്പറുകളും കളക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കണ്ടാലും തീരില്ല. നമ്മളിത് കുറേ ടൈം എടുത്ത് കാണാനുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഒന്നും ഇല്ലാത്ത ഒട്ടനവധി കാര്യങ്ങൾ
അത് പല രാജ്യത്തിൻ്റേതോ നമ്മുടെ കേരളത്തിൽ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്നതോ ആയിട്ടുള്ള ഉപകരണങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് ഉണ്ട്. ഈ വരുന്ന സെക്ഷൻ നമ്മുടെ പല രാജ്യങ്ങൾ പോർച്ചുഗീസുകാരും ഡച്ചുകാരും വന്ന സമയത്ത് ആദ്യകാലത്തുള്ള കുപ്പികൾ ആണ് ഒരു സെക്ഷനിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള കുപ്പികൾ, അതുപോലെ തന്നെ നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ഒക്കെ നമുക്ക് ഈ സെക്ഷനിൽ കാണാൻ കഴിയും. ഇത് പുള്ളിയുടെ വീട്ടിനകത്താണ്. ഒരു സൈഡിൽ പുള്ളിക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് പണ്ടത്തെ ക്യാമറകളുടെ ഒരു വലിയ കളക്ഷൻ, കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത കാലത്തുള്ള ക്യാമറകളുടെ ഒരു കളക്ഷൻ തന്നെ അദ്ദേഹം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. യാത്രകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല. പത്തനംതിട്ട കൊല്ലം ട്രിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. Bye-bye.